അമ്മേ മാരിയേ മനോഹരിയേ, നീ എൻ്റെ അമ്മയായി വന്നിടണേ. എന്നുടെ ജീവിത നന്മകൾക്കായി യേശുവിനോടു നീ പ്രാർത്ഥിക്കണേ. അതെ, എന്നും എപ്പോഴും നമ്മെ കാത്തിരിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന സ്നേഹനിധിയായ ഒരമ്മയുണ്ട് നമുക്ക്. അത് മറ്റാരുമല്ല, നമ്മുടെ പരിശുദ്ധ കന്യകാമറിയമാണ്. തിരുസഭ പരിശുദ്ധ അമ്മയെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ഈ ഒക്ടോബർ മാസത്തിൽ ജപമാല കൈകളിൽ ഏന്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്കും നടന്നു നീങ്ങാം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എൻ്റെ ചെറുപ്പകാലഘട്ട ജീവിതത്തെയാണ്. അവധിക്കാലങ്ങളിലെല്ലാം അമ്മയുടെ വീട്ടിലേക്ക് പോവുക പതിവായിരുന്നു. മിക്കപ്പോഴും രാവിലെ കണ്ണു തുറക്കുമ്പോൾ കാണാൻ സാധിച്ചിരുന്നത് ജപമാല കൈകളിൽ ഏന്തിക്കൊണ്ട് മുട്ടിന്മേൽ നിന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന അപ്പാപ്പനെയും അമ്മാമ്മയെയുമാണ്. അതുപോലെ തന്നെ എവിടെയായിരുന്നാലും ഏത് ജോലിയിലായിരുന്നാലും എപ്പോഴും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന എൻ്റെ അമ്മച്ചി എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാതൃകയായിരുന്നു. നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ നല്ല ജീവിത മാതൃകയാണ്. ഈ നല്ലൊരു ജീവിത മാതൃക നമുക്ക് കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. തൻ്റെ ജീവിതത്തിലെ പ്രതികൂലവും അനുകൂലവുമായ എല്ലാ സാഹചര്യങ്ങളിലും വേദനകളും സഹനങ്ങളും ജീവിതത്തിൽ നേരിടേണ്ടി വന്നപ്പോഴും ദൈവപിതാവിൽ ആശ്രയം വെച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തെ മനോഹരമാക്കി ദൈവപിതാവിന് സമർപ്പിച്ച പരിശുദ്ധ അമ്മ എന്നും നമുക്ക് മാതൃക നൽകുന്നു. എൻ്റെ ജീവിതത്തിലെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ അടിയിലേക്ക് ഓടിച്ചെല്ലുവാൻ ഈ മാതൃക എനിക്ക് ശക്തി നൽകുന്നു. ദൈവപിതാവിൻ്റെ പരിശുദ്ധ ജനനിയും സകല വരപ്രസാദവരങ്ങളും കൃപകളും നന്മകളും നിറഞ്ഞ പരിശുദ്ധ അമ്മയുടെ അരികിലേക്ക് നമുക്കും ഓടിച്ചെല്ലാം. നമുക്ക് മുമ്പേ മാതൃക നൽകിക്കൊണ്ട് നടന്നു നീങ്ങിയ പരിശുദ്ധ അമ്മയുടെ കരം നമുക്ക് ചേർത്ത് പിടിക്കാം. അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ കൊടുത്തുകൊണ്ട് ജപമാല നമ്മുടെ കൈകളിൽ ഏന്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, അമ്മയുടെ കൂടെ എന്നും യാത്ര ചെയ്യുവാൻ, എന്നും എൻ്റെ ജീവിതത്തിന് കൂട്ടായി അമ്മ കടന്നു വരണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം, ശക്തി നേടാം.